അമേരിക്കയുമായി ചേർന്ന് നടത്തിയ 20 ദിവസം നീണ്ട സംയുക്ത സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷിയും ബലിസ്റ്റിക് മിസൈൽ നിർമ്മാണ ശേഷിയും പൂർണ്ണമായും ഇല്ലാതാക്കിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോൾ നടക്കുന്ന സൈനിക നടപടികൾ സംഘർഷത്തിലെ നിർണായക ഘട്ടമാണെന്നും നെതന്യാഹു വിശേഷിപ്പിച്ചു. 20 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയും, ഇറാന് ഇന്ന് യുറേനിയം സമ്പുഷ്ടീകരിക്കുവാനോ ബലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുവാനോ ഉള്ള യാതൊരു ശേഷിയുമില്ല. ജെറുസലേമിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ശേഷികളെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും അവയെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ചാരമാക്കുമെന്നും ഇറാൻ ഇപ്പോൾ മുമ്പത്തേക്കാളും ദുർബലമായ അവസ്ഥയിലാണെന്നും നെതന്യാഹു പ്രസ്താവിച്ചു. കഴിഞ്ഞ ജൂണിൽ നടന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയൺ വഴി ഞങ്ങൾ അവരുടെ മിസൈലുകളും ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു വിഭാഗവും തകർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ്, കൂടാതെ അവ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള നിർമ്മാണശാലകളുമാണ്. വെറും മിസൈലുകൾ നശിപ്പിക്കുന്നതിന് പകരം അവ നിർമ്മിക്കുവാനുള്ള ശേഷി ഇല്ലാതാക്കിയെന്നാണ് നെതന്യാഹു പറയുന്നത്. മുൻപ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഇറാന്റെ വ്യവസായിക അടിത്തറ തന്നെ ഞങ്ങൾ തുടച്ചു നീക്കുകയാണ്. നിലവിൽ ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പകരക്കാരനായി നിശ്ചയിച്ചിരിക്കുന്ന ആയത്തുള്ള മുജ്തബ ഖമേനി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഖമേനിയുടെ മരണശേഷം ഇറാൻ ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിലാണെന്നും പുതിയ നേതൃത്വം പരസ്യമായ രംഗത്തെത്തിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.